ആൻറ്റിയും അങ്കിളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യയിലായിരുന്നു, അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇത് വളരെ വലിയൊരു അപകടമാണ് മോനെ. അവർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിരുന്നു. ഗുപ്ത സാറും മോന്റെ അച്ഛനും വളരെ നല്ലൊരു കൂട്ടുകാരായിരുന്നു. നീയും വീട്ടില് ഒരു അംഗത്തെ പോലെയാണ് മോനെ. നിന്റെ കൊച്ചു പ്രായം തൊട്ട് നീ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നതല്ലേ. നിന്റെ അടുത്ത് ഞാനൊന്നും മറക്കാൻ പറ്റില്ല. റിയയുടെ കാര്യത്തില് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ മേല. റിയയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് സത്യം പറഞ്ഞതിൽ പണമൊന്നുമില്ല. അങ്കിൾ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ റിയയെ വളരെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇത്രയും പെട്ടെന്ന് നീ വലിയ പെണ്ണായി മാറിയല്ലോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയായിരുന്നു. റിയ, ഇന്ന് രാത്രി ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അതിന് നീയും വന്നാൽ വളരെ നന്നായനെ. 9 മണിക്ക് വന്നാലും ഓക്കെയാണ്. നിനക്ക് ആ പാർട്ടി വളരെയധികം ഇഷ്ടപ്പെടും. നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ചെക്കനെ നോക്കി, എന്ത് ഹോട്ടാ അല്ലേ. ഇവന്റെ ആപ്സ് നോക്കി, ഇവന്റെ മസിൽസ് നോക്കി. നിനക്കിപ്പോ വീട്ടിൽ പോണ്ടേ? സമയം 11:30 ആയി. എനിക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ആകാശ് സാർ വീട്ടിലില്ല. എന്തു പറ്റി? അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം ഏതോ പാർട്ടിക്ക് പോയതാ. നീ എന്തുകൊണ്ടാ പോവാഞ്ഞേ? ആ വയസ്സായ ആൾക്കാരെ പാർട്ടിക്കൊന്നും ഞാൻ പോവില്ല. 40 വയസ്സൊക്കെ നിനക്ക് അത്ര കൂടുതലായിട്ടാണോ തോന്നുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ തോന്നും. അയാൾ എപ്പോ എന്നോട് സംസാരിച്ചാലും എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആവുന്നു. അയാൾ ഭയങ്കര വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നേ. പറയൂ വിക്കി ഭായി. നീ എവിടെയാ ഉള്ളത്? ശരി, പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ശരി, ഞാൻ വരാം. അല്ല, രാവിലെ എണീറ്റ് ആരെങ്കിലും നീ ഇത്രയും വലിയ പെണ്ണായല്ലോ എന്ന് പറയോ? എന്റെ അമ്മ ഇങ്ങനെ തന്നെയാ പറയാറ്. നീ വല്ലാതെ വളർന്നല്ലോടാന്ന് പറയും. അത് അങ്ങനെയല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? പൈസ മേടിക്കുന്ന സമയത്ത് മിണ്ടാണ്ട് മേടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ. പണം തിരിച്ചു വയ്ക്കുമ്പോ എവിടെങ്കിലും പോയി ഓടി ഒളിക്കുവല്ലേടാ പന്ന. പൈസ വയ്ക്കുമ്പോ അമ്മ ചത്തെന്ന് പറഞ്ഞ് കളിപ്പിക്കുവല്ലേടാ നീ. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. 3 ദിവസത്തിൽ പൈസ വന്നില്ലെങ്കിൽ നിന്റെ മറ്റേ കാലം കൂടെ ഞാൻ തല്ലി പൊട്ടിക്കും കേട്ടോ. മനസ്സിലായില്ലടാ? പൈസക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്തപ്പോ നമ്മളിട്ട് കഷ്ടപ്പെടുത്തുവാ. നീ പാർട്ടിക്ക് പോയില്ലേ? അവൾ ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. അങ്ങേര് നിന്നെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ? നിനക്കെന്താ ഭ്രാന്താണോ? എന്ത് സംസാരിക്കുന്നേ നീ? നിന്നെ പോലെയുള്ള കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അവക്കൊരു പ്രോബ്ലവും ഇല്ല. പ്രോബ്ലം നിനക്കാണുള്ളത്. നിങ്ങളെ കെയർ ചെയ്ത അതും തെറ്റ്. കെയർ ചെയ്തില്ലെങ്കിൽ ഒരു സിനിമയിൽ പറയുന്നില്ലേ, അവര് പറഞ്ഞത് കറക്റ്റ് തന്നെയാ. എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും വേണ്ട എന്നത്. അപ്പൊ ബോയ് ഫ്രണ്ട് വെച്ചേക്കാൻ പോവാണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ഞാൻ എപ്പോഴും സിംഗിൾ തന്നെ ആയിരിക്കും. എനിക്ക് ഗേൾ ഫ്രണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. നീ അവളെ നിന്റെ ഗോൾ ആയിട്ടാണ് കരുതിയിരിക്കുന്നത്, ടാർഗറ്റ് ആയിട്ടല്ല വെച്ചേക്കുന്നത്. എന്താ പറയുന്നേ? ആർക്കൊക്കെ പെണ്ണുങ്ങളെ കിട്ടില്ല അവരെല്ലാം ഇങ്ങനെയാ പറയുന്നേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് എന്നെ നോക്കാൻ അറിയാം. എന്താ മനസ്സിലായി? ശരി, അതൊക്കെ വീട്. വാ, മൂവിക്ക് പോകാം. ഇറ്റ്സ് 11:30. തിരിച്ചു പോകാൻ ഇനി 1.5 മണിക്കൂറിലധികം ആവും. അത് നല്ലതല്ലേ? ഞാൻ എത്തുന്നതിന് മുന്നേ അയാൾ ഉറങ്ങിക്കഴിയും. ഗോൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അവള് വേണോന്ന് വിചാരിക്കുന്നതാണ്. ടാർഗറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അവള് മാത്രമാ വേണോന്ന് വിചാരിക്കുന്നത്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓവറായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കരുത്. നിന്റെ പേരിലെ 75 ലക്ഷം ഉള്ളത്. വാ, മൂവി കാണാൻ പോകാം. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ചുമ്മാ ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. വാ, പോകാം. വരുന്നില്ല. നിന്റെ EMI വരാൻ പോവാ. കറക്റ്റ് സമയത്ത് തന്നേക്കണം. ഇല്ലെങ്കിൽ
അല്ല വരാനല്ലേ പറഞ്ഞേ. ഇപ്പൊ തന്നെ 11:30 ആയി, ഒരുപാട് ലേറ്റ് ആയി. ശരി നല്ലത് ഇനിയാ, എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന? വാ പോകാം. അല്ല, ഞാൻ വെറുതെ ഒരു കാരണം പറയാമെന്ന് വിചാരിക്കരുത്. ദയവ് ഇത് മനസ്സിലാക്ക്. മാർക്കറ്റിന്റെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശരി, ഞാൻ പറയാം. റിയ, ഈവനിങ്ങിൽ ഒരു കഥ കോൺസെർട്ട് ഉണ്ട് ഭരത് ഓഡിറ്റോറിയത്തിൽ. എനിക്ക് കുറച്ച് പാസ് കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമല്ലേ? നീ ഓക്കെ ആണെങ്കിൽ, ഐ മീൻ നീയും പോരെ, നമുക്ക് രണ്ടു ഒരുമിച്ച് കാണാലോ. എനിക്ക് ഡാൻസ് കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്, പക്ഷെ കഥ കാണുന്ന ഇഷ്ടമല്ല. ശരി, ഞാൻ വരാം. ബൈ. ആകാശ്, യാ കഥ കാണാൻ പോകുന്ന എൻ്റെ അടുത്ത് ചോദിക്കാ. എന്തിനാ കഥക്? നീ അവന് മെസ്സേജ് ചെയ്യ്. എന്ത് മെസ്സേജ്? കഥക് കാണാനൊന്നും നീ വരില്ലെന്ന് മെസ്സേജ് അയക്ക്. ആ പാസ് റോളാക്കി ചുരുട്ടി അവന്റെ കയ്യിൽ തന്നെ വെച്ചേക്കാൻ പറയും. കമോൺ യാർ. അല്ലാതെ വേറെ എന്താ പറയാ? നിന്റെ ആകാശം ഉണ്ടല്ലോ, ഭയങ്കര ബോറിംഗ് ആണ് അവൻ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശീതൽ, ഈ ഫ്രെയിം ഒന്ന് നോക്കിയേ. ഷോമി നന്നായിട്ടുണ്ടല്ലേ? വാവ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നീ എന്ത് ചെയ്യാ? കൊള്ളാല്ലേ? വൃത്തിയായിട്ട് മേക്കപ്പ് അരച്ച് അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവനെ ഒന്നും അറിയില്ല, അവൻ എന്നെ എന്ത് പഠിപ്പിക്കാനാ? ശരി, നീ എന്ത് ചെയ്യാ? റിയ, നിന്നോട് ഞാൻ പിന്നെ സംസാരിക്കാം. റിയ, നിനക്ക് എൻ്റെ അടുത്ത് പണിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ഫോണൊക്കെ ഓഫ് ചെയ്ത് കളഞ്ഞേരെ കേട്ടോ. നീ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഈ ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ എൻ്റെ കൂടെയാണ് നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറക്കരുത്. നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെന്ന് കരുതിയാൽ ഇതൊക്കെ നീ മറക്കണം. ഓക്കെ? ശടാ. വളരെ അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ വേണം. നിങ്ങളെയും സീറ്റ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സുമാണ്. രമേശ് ചേട്ടാ, അടുത്ത ഡീലിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേ. ആകാശ്, താൻ നോക്ക്, പോയ ഡീൽ 1 വർഷത്തിന് മുമ്പാണ് നടന്നത്. അല്ല, നീ തന്നെ ഒന്ന് പറഞ്ഞേ. ഇപ്പം ഞാൻ 1.5 ലക്ഷം രൂപ തന്നിട്ട് ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണോ? ഇല്ല, എന്നെ കൊണ്ട് തരാൻ കഴിയില്ല. അത് കൊടുത്തേക്ക്. ഞാനൊന്നും തരത്തില്ല. വേണമെങ്കിൽ നീ കൊടുക്ക്. നിന്റെ അടുത്ത് ഒരുപാട് പണം ഉണ്ടല്ലോ. അത് നിങ്ങൾ പറയണ്ട, ഞാൻ കൊടുക്കും. ശരി രമേശ് ചേട്ടാ, ഈ വണ്ടിയിൽ ചായ വെച്ചു. അന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എനിക്കൊരു റൂൾസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ ഒരെണ്ണം മേടിച്ചാ മറ്റേ കാര്യം ഞാൻ കൊടുക്കും. അല്ല, നീ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ദേ നോക്ക്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. റിയ, ആകാശ് സാർ, ഞാനൊരു ലാപ്ടോപ്പ് നോക്കി വെച്ചേക്കാം. 80,000 രൂപയാ. 2% ഡിസ്കൗണ്ട് ഉണ്ട്. നിനക്ക് ലാപ്ടോപ്പ് വേണോ? അതെ, കുറച്ച് ട്യൂട്ടോറിയൽസ് ചെയ്യാനുണ്ടല്ലോ, അതിന്റെ ആവശ്യത്തിനാ. ശരി ശരി, നീ അത് വാങ്ങിച്ചോ. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഓക്കെ. എന്താ നീ ഇന്ന് അവനെ മാനേജ് ചെയ്യോ? 80,000 രൂപയുടെ ലാപ്ടോപ്പ് വാങ്ങി തന്നേക്കുവാ. ഇന്നെന്തായാലും മാനേജ് ചെയ്തേ പറ്റൂ. ഞാൻ ഒരു ചെറിയ ഡ്രസ്സ് വാങ്ങിയ പോലും അപ്പൊ പോലും ഒരു കേക്ക് വരെ കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ വർഷത്തില് 50 കേക്ക്. ഇന്നവര് കേക്ക് വാങ്ങാൻ പാടില്ല. ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ. ശരിക്കും അവൻ ഭയങ്കര വേസ്റ്റ് ആണടി. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവർക്ക് എന്തോ ഒരു വലിയ ഡിസോർഡർ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, അതൊക്കെ വിട്. ആ സൈറ്റ് ഏതാ? എന്ത്? അതാണോ? ഹോം സൈറ്റ് ആണോ? റിയ, കേക്ക് ഫോർ യു. വാവ്, യുവർ ഫേവറേറ്റ് കേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാ. Yes. നൈഫ് ഞാൻ എടുത്തിട്ട് വരാം. ശരി. വന്നേ, ലാപ്ടോപ്പ് ചെക്ക് ചെയ്തേ. ഇത് നോക്കി, ഇത് വളരെ ക്യൂട്ടാണ്. ഹാപ്പിയായോ? വളരെ ഹാപ്പിയാ. Good, ഞാൻ നൈഫ് എടുത്തിട്ട് വരാം. ഇരിക്ക്, ഞാൻ നൈഫ് എടുത്തിട്ട് വരട്ടെ. ഞാൻ ഇപ്പൊ വരാം. ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കേ.
വിക്കി ഭായി ഈ പ്രാവശ്യം 80 രൂപ കുറവാണ്. ഇപ്രാവശ്യം കുറവാണോ? മുഴുവനും തരാന്നല്ലേ നീ നേരത്തെ പറഞ്ഞേ? റിയയ്ക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു. അവളുടെ ഒപ്പം നീ ദിവസം ഹാപ്പി ആയിട്ടുള്ള പോലെ എന്തിനാ ഇത്ര പണം കൊടുത്തോണ്ടിരിക്കുന്ന ആ പെണ്ണിന്? പണി തുടങ്ങണമല്ലോ. അത് റിയെ നമ്മുടെ ലൈനിലേക്ക് കൊണ്ടുവരണം. അതിന് കുറച്ച് കാശൊക്കെ ചെലവാകും. അങ്ങനെ ചെയ്താലേ അവൾ നമ്മുടെ വഴിക്ക് വരുള്ളൂ. അടുത്ത പ്രാവശ്യം എടുത്തോണ്ട് വരുമ്പോ ഇതും കൂടെ ചേർത്ത് എടുത്തോണ്ട് വാ. എനിക്ക് ഭയങ്കരമായിട്ട് തല വേദനിക്കുന്നു. ഓ ഗോഡ്, നിന്റെതെല്ലാം കഴിഞ്ഞോ? വാ പുറത്തേക്ക് പോകാം. നീ എന്താ ഈയിടെയായിട്ട് അധികം വർക്കൗട്ട് ചെയ്യുന്നില്ലല്ലോ? കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെ, ഒരു ജോലി എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ഇത് വിട്. നീ ജീവിതകാലം മുഴുവൻ ഈ ഡംബൽസ് എടുത്തോണ്ടിരിക്കണം. അത് വേറെ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഹൈടെക് ജിം ഓപ്പൺ ചെയ്യാൻ പോവാ. അതിൽ നല്ല ലാഭം കിട്ടും. നീ വേണമെങ്കിൽ മാനേജർ ആയിക്കോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യേ. അതിനാദ്യം പറ്റിയൊരു സ്ഥലം കിട്ടണ്ടേ? ശരി, ഇങ്ങോട്ട് നോക്ക്. സ്ഥലം എന്റേത്, പണം നിന്റേതാണെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നീ പാർട്ട്ണർ. സത്യമായിട്ടും ഡൺ. മൈൻഡ് ബ്ലോയിങ്. ഇതൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാ. ഇവിടെ അടുത്തങ്ങ് വേറെ ഒരു ജിം പോലും ഇല്ല. അതല്ലേ ഞാനും പറഞ്ഞു. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമായത്. ജിം ഇവിടെ നോക്കി. ഈ സെക്ഷൻസിലെല്ലാം വെയിറ്റ് എല്ലാം വെക്കാം നമുക്ക്. പെർഫെക്റ്റ്. ഈ സ്ഥലത്ത് നമുക്ക് ചെസ്റ്റിന്റെ ബെഞ്ചസ് വെക്കാം. പിന്നെ നമുക്ക് ഈ ചുമരടിക്കാം. ദേ ഈ ചുമര് നമുക്ക് ഇടിക്കണം. എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ റിസപ്ഷൻ വെക്കാം. പിന്നെ ഈ ഭാഗത്തായിട്ട് കാർഡിയോ സെക്ഷൻ. പിന്നെ ഈ ചുമര് നമുക്ക് ഇടിക്കണം. നമുക്ക് മേലെ ജീവിക്കാലോ. ഇല്ല, മേലെ മുഴുവനും ഞാൻ ഇടിച്ചു കളയും. പിന്നെ ഈ ഭാഗത്ത് സ്റ്റീം ഉണ്ടാവും. പിന്നെ ആ ഭാഗത്ത് ഫങ്ഷണൽ ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ ആകാശമായിട്ട് ഒരു 2-3 മാസത്തേക്കല്ലേ. ആ 2-3 മാസം കൊണ്ട് നിങ്ങൾക്കൊരു വലിയ ബംഗ്ലാവ് തന്നെ വാങ്ങാലോ. എന്ത് പറയുന്നു? നമുക്കിതിന്ന് ലാഭം വാരാന്നേ. ഞാനൊന്ന് മേലെ നോക്കിയിട്ട് വരാം. അരെ വാവ്, വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഇടിച്ചു കളഞ്ഞ് ഞാൻ അവിടെ സലൂൺ ആക്കാം. പിന്നെ ആ ഭാഗത്തുള്ള ബെഡ്റൂം ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ ഞാൻ പ്രോട്ടീൻ പൗഡറിന്റെ ഷോപ്പ് തുടങ്ങും. പിന്നെ ടെറസിൽ നമുക്ക് കഫ്റ്റീരിയ തുടങ്ങാം. പിന്നെ ലിവിംഗ് റൂമിൽ സ്റ്റീം ഉണ്ടാവും. മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. അടിപൊളി. വാവ് റിയ, വാവ്, അടിപൊളി സ്ഥലമാണ് നീ കാണിച്ചു തന്നിരിക്കുന്നത്. ആകാശേട്ടാ, പെട്ടെന്ന് തന്നെ അഗ്രിമെന്റ് റെഡിയാക്കിക്കോ. നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ബംഗ്ലാവിനെ ഇടിക്കുന്ന പണി നമുക്ക് തുടങ്ങണം. നീ വീട് എന്റെ അടുത്ത് പണയം വെച്ചേക്കുമല്ലേ? പിന്നെ നീ എങ്ങനെയാ അഗ്രിമെന്റ് റെഡിയാക്കുന്നത്? ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ബൈയുടെ അടുത്ത് വന്നത്. ബൈയുടെ അടുത്തല്ല അതിന്റെ പേപ്പറൊക്കെ ഉള്ളത്. ബൈ ആ പേപ്പറൊക്കെ തരികയായിരുന്നെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് എഗ്രിമെന്റ് ഒപ്പിട്ട് മേടിക്കാമായിരുന്നു. ഒറിജിനൽ പേപ്പർ കാണാമെന്നാ പറയുന്നത്. നീ ആ വീട് ഇടിച്ചിട്ട് ജിം ഉണ്ടാക്കാൻ പോവാ? അല്ലല്ല, ബംഗ്ലാവൊന്നും ഞാൻ പൊളിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജിമ്മും ഉണ്ടാക്കാനും പോകുന്നില്ല. എഗ്രിമെന്റിൽ അച്ഛൻ സൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാശും കിട്ടുമല്ലോ. ഞാൻ ബൈക്ക് അഡ്വാൻസ് ആയിട്ട് EMI തരാം. കാരണം EMI കൊടുക്കണമെന്നുള്ള പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക. ബായ് തന്നെ കാണുന്നല്ലേ, ഒരുപാട് നാളായിട്ട് ജോലിക്കൊന്നും പോകാതെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അത് ബായ്ക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ബായ്. ആകാശേട്ടൻ നിങ്ങളെ ഈ പ്ലാൻ ഒന്ന് മനസ്സിലാക്കിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള പ്ലാനായത്. ഫുൾ ബംഗ്ലാവ് ഞാൻ ഇടിക്കാൻ പോവാ. പിന്നെ അവിടെ ഫുൾ ഫോറിൻ മെഷീൻസ് ആയിരിക്കും ഉണ്ടാവുക. ആകാശേട്ട, ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാൽ വളരെ നന്നായിരിക്കും. ബിൽഡിംഗ് മൊത്തം ഞാൻ മാറ്റി പണിയാൻ പോവാ. ഇതിന് 50 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. സിംഗപ്പൂരിൽ നിന്ന് മെഷീൻസ് വരും. നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ എല്ലാ പണികളും ആരംഭിക്കാം. വീട് ഇടിച്ചിട്ട് എന്റെ 50 ലക്ഷം എപ്പോഴാണ് നീ എനിക്ക് തരാൻ പോകുന്നത്? എന്തിനാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നേ? ആദ്യം നിങ്ങൾ ആരാ? എന്റെ ഐഡിയ ചെയ്ത് ഞാനാണ് ജിം റെഡിയാക്കാൻ പോകുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ എന്തിനാ കാശ് ഇടുന്നേ? ഞാൻ എന്തിനായിട്ട് ഇങ്ങേരുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നേ? എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് ഇങ്ങേരുടെ അടുത്ത് പറഞ്ഞില്ലേ? നീ അഗ്രിമെന്റ് എന്റെ ഒപ്പമാണ്. നിങ്ങളുമായിട്ട് ഞങ്ങൾ എന്തിനാ അഗ്രിമെന്റ് ഇടുന്നേ? ആകാശമായിട്ട് അയാളായിട്ട് നമ്മൾ എന്തിനാ അഗ്രിമെന്റ് ഇടുന്നേ? ജിമ്മിനെ പറ്റി ചെറിയ അറിവെങ്കിലും നിങ്ങൾക്കുണ്ടോ? ജിമ്മിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? എല്ലാ എക്യുപ്മെന്റ്സും ഞാൻ തന്നെ കൊണ്ടുവരണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഞാൻ തന്നെ ഇടണം. പിന്നെ എന്റെ അക്കൗണ്ടിൽ എന്താ ഉണ്ടാവുക? എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നാൽ പിന്നെ എന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? എന്നെ കണ്ടാൽ നിങ്ങൾക്ക് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? എന്നെ പറ്റിക്കാൻ എളുപ്പമെന്ന് വിചാരിച്ചോ? വീടിന്റെ പേപ്പേഴ്സ് എല്ലാം പണയം വെച്ചിരിക്കുകയാണ്. പേപ്പേഴ്സ് ഇങ്ങരുടെ കയ്യിലാണ്. പിന്നെ ഞാനെന്താ ചെയ്യാ? എന്നെ കണ്ടാൽ നിങ്ങൾക്ക് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന മനസ്സിലായോ? സിംഗപ്പൂരിൽ ഞാൻ ഡംബിൾസ് വരുത്തിച്ചിട്ടുണ്ട്. തമ്പിൾസ് തലയടിച്ചു പൊട്ടിക്കും. എന്തോ വലിയ ജിം ഉണ്ടാക്കാൻ പോവാന്ന്.
ഏയ് ജിമ്മി, ജിമ്മി ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞ് കേൾക്കാനല്ലേ എന്നെ വിട്, പറഞ്ഞത്? എന്നെ വിട്. അയാൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ? എന്താ ഇതൊക്കെ? ഇവിടെ നീ അയാളുടെ കാശ് കൊടുക്ക്. അതിനിത് അയാളുടെ തന്തയുടെ കാശാണോ? എന്റെ തന്തയുടെ കാശല്ലേ? നീ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കങ്ങനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ തീരെ നല്ലവനല്ല. പക്ഷെ ആകാശ് സാർ നല്ലവനല്ലേ? അദ്ദേഹം ജെന്റിൽമാൻ അല്ലേ? ആകാശ് ചേട്ടനൊരു നല്ല മനുഷ്യൻ തന്നെയാണ്. അങ്ങേർക്കൊരു വലിയ മനസ്സ് തന്നെയുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ ഈ വിക്കിയെ ഒന്ന് നോക്കിക്കേ. ജിം ഓപ്പൺ ചെയ്താൽ മുഴുവൻ കാശും അങ്ങേര് എടുക്കും. ഓൾറെഡി എല്ലാവരും എന്നെ നോക്കി ഞാൻ ഒരു പാവത്താനാണെന്നാണ് പറയാറ്. ഇനിയെങ്ങാനും ഞാൻ അയാളുടെ കൂടെ പാർട്ട്ണർഷിപ്പിൽ ചേർന്ന് അയാൾ എന്നെ മുഴുവനായിട്ടും ചതിക്കും എന്നുള്ളത് ഉറപ്പാ. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനാ ഈ കാര്യത്തിൽ തലയിടുന്നേ? നീ ആദ്യം നിന്റെ കരിയർ ശ്രദ്ധിക്കുക. ആകാശ് ചേട്ടൻ ഇപ്പോൾ അയാളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീ ഒന്ന് മൂവ് ഓൺ ആവ്. കം ഓൺ, ഗ്രോ അപ്പ്. ഹൗ ക്യാൻ ഐ മൂവ് ഓൺ? അദ്ദേഹം ഈ അവസ്ഥയിൽ തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം ഇത്രയും നാളെ എനിക്ക് തുണയായിട്ടിരുന്നു. ഞാൻ ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിട്ടിട്ട് പോണോ? ഇത്രയും സ്വാർത്ഥമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ 12 വയസ്സിൽ ആക്സിഡൻറ്റിൽ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയായിരുന്നു. ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. എല്ലാ സ്വന്തക്കാരും എന്നെ ഉപേക്ഷിച്ച് പോയായിരുന്നു. അദ്ദേഹം ഒരു പെർഫെക്റ്റ് ഗാർഡിയനായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്ക് ജിമ്മി, നീ വിക്കിയുടെ കൂടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ചെയ്യാതിരിക്കേ. ആകാശ് സാറിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യ്. വിക്കി ഇൻവോൾവ് ചെയ്യാതെ നോക്ക്. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാം. പ്ലീസ്. ഉറപ്പായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ആ വീട് വിറ്റ എന്റെ പൈസ എനിക്ക് കിട്ടിയേക്കും. ആ പെണ്ണിനെ പറ്റിച്ച് നീ തൊഴിൽ തുടങ്ങിയില്ലെന്ന് വെച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം കട്ട പോകാനെ. അവളെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്തിനാണെന്ന് അറിയില്ല ബായ്. ആകാശ് സാർ, ഞാൻ ജിമ്മിയോട് സംസാരിച്ചായിരുന്നു. അവൻ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. നാളെ നമ്മളെ ഒരു സ്ഥലത്തേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകും. ആ, എന്നെ എന്തിനായി പ്രശ്നത്തിലോട്ട് വിളിച്ചു വരുത്തുന്നേ? ബായ് മാർക്കറ്റിലുള്ളതിനേക്കാളും 5 മടങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹെൽപ്പ് ചെയ്യേ ബായ്. ശരി, ഇതിനുശേഷം എങ്ങനെയാ അഭിനയിക്കാൻ പോകുന്ന നോക്കിയോ? ആ പെണ്ണിനെ പൊക്കിക്കൊണ്ടുപോ, അതല്ലേ പറയേണ്ടത്. അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിളിക്ക്. വിക്കി ബായ് പ്ലീസ്, നിങ്ങൾ ഇത് ഓവർ ആക്ട് ചെയ്ത് കൊളവാക്കല്ലേ. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. എടാ നീ വിഷമിക്കണ്ട. എന്റെ കോളേജ് സമയത്ത് ഞാൻ 3 വർഷം അഭിനയിച്ചിട്ടുണ്ട്. കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താടാ നീ കളിയാക്കുക? ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സത്യമാണ് ബായ് പറഞ്ഞത്. എന്റെ അവസ്ഥ വളരെ മോശമാണ്. എന്റെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഉറപ്പായിട്ടും ബായുടെ കാശ് തിരിച്ചു തരാം. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് ബായ്. ശരി, ഫോൺ വെക്ക്. ഇവിടെ അടുത്തൊരു റിസോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കത് പോയി നോക്കാം. അതാരാ അവിടെ വണ്ടിയിലെ? ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? അത് വിക്കിയാണല്ലോ. അതെന്താണെന്ന് വെച്ചാൽ അയാളുടെ കാശ് എനിക്ക് സമയത്ത് കൊടുക്കാൻ പറ്റില്ല. അവരെന്നെ എന്തുമാത്രം അടിച്ചാലും ദയവിത് നീ പുറത്തു വരരുത്. ആകാശ് സാർ, നീ ഇറങ്ങണ്ട. പുറത്തേക്ക് പോകാതെ പ്ലീസ്.
പറയുന്നത് കേക്ക്. പ്ലീസ് പോകല്ലേ. പ്ലീസ് എന്റെ പൈസ ഭൈ, ഒന്നും മേടിച്ചിട്ട് നീ ചെയ്യില്ല. തരത്തില്ലല്ലേ? ഭൈ, പറഞ്ഞേക്ക്. പൈസ വെച്ചാ കാശ് നീ തരാൻ കളിക്കുമല്ലേ നുണയും പറഞ്ഞ്? ഭൈ, നിന്നെ കൊല്ലോടാ ഞാൻ. വിട്. ഏയ്, ഞാൻ പറഞ്ഞേക്ക്. ഏയ്, ഭൈ, നിന്നെ ഭൈ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേക്ക് ബൈ ബൈ പ്ലീസ് ഏയ്, പ്ലീസ് ബൈ മാറി പോടി അങ്ങോട്ട്. കാശ് തരാം ബൈ. റിയ റിയ, നീ ഇവിടുന്ന് വെക്കോ. ഒരു മാസത്തെ എന്റെ പൈസ തന്നില്ലെങ്കിൽ ഇതാ നിക്കുന്നില്ലേ ഇവിടെ ഞാൻ എടുത്തോണ്ടു. നിങ്ങൾ കാരണം ഇപ്പൊ ആ കുട്ടിയും പ്രശ്നത്തിലായിരിക്കുക. അവൾ ഒരു കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അവളുടെ ജീവിതം തന്നെ നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾ സഹായം ചെയ്തെന്ന് കരുതി അവൾ നിങ്ങളെ ആലോചിക്കുകയാണ്. നിങ്ങളെ വിട്ടിട്ട് അവൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റില്ല. അവളുടെ കയ്യിൽ ഒരു ഓപ്ഷനും ഇല്ല. അവൾ എന്താ ചെയ്യാ? ഇത്രയും വലിയ പ്രശ്നം വന്നതല്ലേ? നിങ്ങളുടെ സമ്പാദിച്ച കാശൊക്കെ എവിടെ പോയി? നീ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ എന്നെ അഡ്വൈസ് ചെയ്യുന്നത്? ഞാൻ ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയവനാണ്. എവിടെ അതൊക്കെ കാണിക്കും. നിങ്ങൾ ലക്ഷക്കണക്കിന് ഞാൻ സമ്പാദിച്ചു. ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പ്രശ്നത്തിലാകപ്പെടാൻ പോകുന്നത് റിയ ആയിരിക്കും. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ബിസിനസ്? ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ബിസിനസ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യാത്തെ? ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. പോലീസിന് എന്നെ സംശയമുണ്ട്. ഞാൻ ഇപ്പോൾ വീണ്ടും ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ റിയ ഉറപ്പായി പ്രശ്നത്തിലാകപ്പെടും. റിയക്കാണ് കൂടുതൽ പ്രോബ്ലം. അങ്ങനെ പോലീസ് വന്ന് റിയെ പൊക്കിക്കൊണ്ട് പോയി നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ റിയ കാരണമാണ് എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇതെനിക്ക് അവളോട് പറയാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് ഇതൊന്നും അറിയില്ലെന്നാണോ? ഇല്ല, അവൾക്ക് അറിയില്ല. ഞാൻ എങ്ങനെ അത് പറയുന്നത്? എനിക്കിത് പറയാൻ കഴിയില്ല. അവൾ എന്റെ ബുദ്ധിമുട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അവളെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇതൊന്നും എനിക്ക് അവളോട് പറയാൻ പറ്റില്ല. ഇന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ലേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരു വഴിയുണ്ട്. ഇന്ന് റിയോട് സംസാരിച്ച് അവളെ സമ്മതിപ്പിക്കേ. കാരണം ഇതിൽ ഒരു ലേഡീസ് പാർട്ണർ വളരെ അത്യാവശ്യമാണ്. പ്രോഫിറ്റും വളരെ കൂടുതലാണ്. ഒരു നാട്ടിൽ നിന്ന് സാധനം എടുത്ത് വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ലേഡീസിന്റെ അണ്ടർ ഗാർമെന്റ്സിൽ സാധനം ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനി എങ്ങനെ അവൾ പിടിക്കപ്പെട്ടാലോ? അവൾ ഉറപ്പായും പിടിക്കപ്പെടില്ല. അങ്ങനെ പെട്ടാലും എന്തെങ്കിലും കൊടുത്ത് നമുക്ക് പുറത്തു വരാം. ഒന്നും സംഭവിക്കില്ല. ഇത് വളരെ നല്ല ബിസിനസ്സാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എല്ലാവരുടെയും കോൺടാക്ട് എന്റെ ഉണ്ട്. പോലീസ് എന്റെ മേൽ സംശയമുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ് തുടർന്ന് ചെയ്യാൻ പറ്റാത്തത്. ദേ നോക്ക്, നീ ജിമ്മിനോട് കാശ് ഇറക്കാന്ന് പറഞ്ഞില്ലേ? ആ കാശ് മുഴുവൻ നീ ഈ ബിസിനസ്സിലേക്ക് ഞാൻ നിനക്ക് എഴുതി തരാം. 2 മാസത്തിനുള്ളിൽ 3-4 മടങ്ങ് സമ്പാദിക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം നീ ഒരിക്കലും റിയോട് പറയാൻ പാടില്ല. അവൾ ഇൻസെക്യൂർ ആകും. കാരണം അവൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പിന്നെ അവൾ എന്നെ മോശമായിട്ടേ കാണുള്ളൂ. ആകാശേട്ടാ, ഞാൻ കുറച്ചു കാലം മുന്നേ വരെ ഒരു ബിസിനസ് ചെയ്തിരുന്നു. ഗോൾഡ് സപ്ലൈ ചെയ്യുന്നത്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സോ അതിൽ കുറച്ച് റിസ്ക് അധികമാണ്. പക്ഷേ ഒരു ഫീമെയിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയേനെ. അതായത് സാധനം ബ്രായിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ അത്ര റിസ്ക് ഇല്ല. സോ ഈ പണിയിൽ ഒരു പെണ്ണ് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ വളരെ നന്നായേനെ. സോ കാശ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. യുനോ, റിയ ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവുമെന്ന് തോന്നുന്നു. സോ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ റിയയെ ഞാൻ... നിനക്കിന് വല്ല പ്രാന്തം പിടിച്ചോ? റിയയ്ക്ക് ഒരു അപകടം സംഭവിക്കാൻ പാടില്ല. ആകാശ് സാർ, ഒരു റൗഡി എന്നെ കടത്തിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയിക്കോ. അതിനേക്കാളും ചെറിയ റിസ്ക് അല്ലേ ഇത്? ഞാൻ ഗ്യാരണ്ടി തരുന്നു സർ. റിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇവളെ സേഫായിട്ട് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും. ഞാനിവളെ ഭദ്രമായിട്ട് നോക്കും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം.
അതോ ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഒരു സുന്ദരിയായ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു അഭിപ്രായം മാറാൻ ചാൻസ് ഉണ്ട്. നിന്നെ കണ്ടാ ശരിക്കും അപ്പാവിയാണെന്ന് തോന്നും, പക്ഷെ നീ ശരിക്കും അപ്പാവിയല്ല. ചിൽ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. നിന്റെ പേരെന്താ? റിയ. ഈ ബ്രാല് മറച്ചു വെച്ചാണ് എടുത്തോണ്ട് വരുന്നത്. ജിമ്മി, ജിമ്മി, ഉം. അത് നിന്നോട് കുറച്ചൊന്ന് സംസാരിക്കണം. ഉം. എനിക്ക് ഈ ജോലിയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര പേടിയാവുന്നു. നീ പറഞ്ഞത് സത്യമാണ്. ഞാനും നിൻ്റെ അടുത്ത് ഇത് പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മളെന്തിനാ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ചാടുന്നത്? ശരി, നമുക്ക് കല്യാണം കഴിക്കാം. എനിക്ക് ഈ കുഞ്ഞുനാള് മുതലേ ഈ കല്യാണത്തിന് പുടയൊക്കെ ഇടുന്ന ഇഷ്ടാ. നിനക്കെന്താ തീരെ ബുദ്ധി ഇല്ലാതായി പോയോ? നിനക്ക് പുടവ ഇഷ്ടമാണെന്ന് വെച്ച് കല്യാണം കഴിക്കണമെന്നുണ്ടോ? അടുത്ത 10 വർഷത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്ലീസ്. ഞാൻ ചുമ്മാ കളിക്ക് വേണ്ടി പറഞ്ഞതാ, ടെൻഷൻ ആവാതെ. ശരി, ഞാൻ ഇപ്പൊ വരാമേ. ഹലോ. ആകാശ് ഏട്ടാ, ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ഉറങ്ങാണോ? ഇല്ല ഏട്ടാ, ഞാൻ ജിമ്മിലാണ് ഉള്ളത്. കൂടെ റിയ ഉണ്ടോ? ഇല്ല, അവളെൻ്റെ കൂടെ ഇല്ല. അവൾ ഹോട്ടലാണ് ഉള്ളത്. കുറച്ച് ടയേർഡായി. അതാ ഗോവ വരെ വന്നല്ലോ. എന്തു പറ്റി? കോലാപ്പൂർ ക്ലയന്റിനെ ഇന്ന് പോയി കാണണ്ടല്ലേ? നീ എന്താ പോഞ്ഞേ? അവർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇല്ല ഏട്ടാ, ഞാൻ ഇത് റെഡി ആയിട്ട് പോകാൻ നോക്കുക. ഞാൻ ആ ക്ലയൻറ്റ് അടുത്ത് കൊടുക്കാം. ആകാശ് ഏട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. എന്താ പറഞ്ഞു? ഞാനും റിയയും കല്യാണം കഴിക്കാൻ പോവാ. ആകാശേട്ടാ, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഈ പണി ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. 50 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നില്ലേ, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. എത്ര പ്രോഫിറ്റ് വന്നോ അതൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ. ശരി, ഇത് റിയയ്ക്ക് സന്തോഷം നൽകുകയാണെങ്കിൽ അവളുടെ സന്തോഷത്തെക്കാളും വലുത് എനിക്ക് വേറൊന്നുമില്ല. നീ തിരിച്ചു പോരെ, ഞാൻ നിന്റെ കാശ് തന്നേക്കാം. നിങ്ങളുടെ കല്യാണവും ഗ്രാൻഡായിട്ട് നടത്താം. ആകാശേട്ടാ, താങ്ക്സ് എ ലോട്ട്.
നിങ്ങളുടെ ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാൻ ക്ലയന്റിന്റെ അടുത്ത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തേക്കാം. അവർ തന്നെ ഒന്ന് നിങ്ങളെ മീറ്റ് ചെയ്തോളൂ. ഓക്കെ ഏട്ടാ, അത് നന്നായിരിക്കും. നിങ്ങൾ അവരോട് വരാൻ പറ. ഹോട്ടൽ റോയൽ 302. ഞാൻ ഒരു തവണ കൂടി പറയാം, ഹോട്ടൽ റോയൽ 302. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. ആ താങ്ക്സ് ആകാശ് ചേട്ടാ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നു. ഇവന്റെ കാശ് നീ തിരിച്ചു കൊടുത്താൽ നീ വീണ്ടും പിച്ചക്കാരനായി മാറും. നിന്റെ മുന്നിൽ ഇനിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നീ പെടണം, അല്ലെങ്കിൽ ഇവരെ പെടുത്തണം. എന്തായാലും ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ ആ കാശൊക്കെ അങ്ങ് മറന്നേക്ക്. നീ തൽക്കാലം നാട് വിട്. ഇന്ത്യയിൽ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകും. ആ ഗോൾഡ് ഫേക്ക് ബിസ്ക്കറ്റിൽ നീ കൊക്കൈനാണ് സപ്ലൈ ചെയ്തിരുന്നത്. പാവം റിയ, ഇനി ഒരു 10-20 വർഷം അവർക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. ഇനി നീ എനിക്ക് ഫോൺ ചെയ്യരുത്.
വൈറ്റ് മെഷീന്റെ പേപ്പറെല്ലാം ചെക്ക് ചെയ്തോ? യാ ചെക്ക് ചെയ്തായിരുന്നു. ഹും. ആ പറയ്, എന്താ ഓഫീസിൽ വരാത്തത്? ഹോസ്പിറ്റലിലോ? അവിടെ എന്താ ചെയ്യുന്നേ? പ്രഗ്നന്റോ? ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്, അതിനുള്ളിൽ പ്രഗ്നന്റോ? ഇന്ന് നിന്റെ അച്ഛൻ വന്ന് ഓഫീസ് നോക്കോ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എന്നോട് ചോദിക്കാൻ വരുന്നില്ലേ? ഇത്രയും പെട്ടെന്ന് നീ എന്തിനാ പ്രഗ്നന്റ് ആയത്? പ്രഗ്നന്റ് അല്ല ആയിട്ടുള്ളൂ, ഡെലിവറി കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ഓഫീസിൽ വന്നാല്? ഓഫീസ് ജോലി നിന്റെ അച്ഛൻ ചെയ്യോ? ആരാ നിന്റെ ഡോക്ടർ? ഞാൻ പറയുന്ന ഡോക്ടർ കാണ്. എന്താ വേണ്ടെന്ന് പറയുന്നേ? പ്രഗ്നന്റ് ആയ ഓഫീസിൽ വരാൻ പാടില്ലേ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നീ എന്താ ചെയ്യുന്നേ? കല്യാണം കഴിഞ്ഞ ഉടനെ നീ പ്രഗ്നന്റ് ആവൂലേ? പ്രഗ്നന്റ് ആവണം, കുഞ്ഞിനെ പ്രസവിക്കണം, ഇത് മാത്രമല്ലേ അറിയത്തുള്ളൂ. ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യത്തില്ലെന്നാ തോന്നുന്നേ. അയ്യോ, എനിക്ക് ഈ ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല. ഫയൽസ് എവിടെയാണെന്ന് അറിയില്ല, കമ്പ്യൂട്ടറിന്റെ പണി അറിയില്ല. ഇതൊന്നും അറിയാൻ ഞാൻ എങ്ങനെ ജോലി ചെയ്യാ? പറയേ. ശമ്പളം വാങ്ങിക്കാൻ മാത്രം കറക്റ്റ് ആയിട്ട് 1-ാം തീയതി വന്ന് ശമ്പളം ചോദിക്കുന്നുണ്ടല്ലോ നീ. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്തായാലും ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് വരണം. ദേ, നീ എന്റെ അടുത്ത് ഒച്ചത്തിൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ അടുത്ത് നീ ഉറക്കെ സംസാരിക്കുന്ന മര്യാദക്ക് സംസാരിക്കേ. ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കില്ലേ? എനിക്ക് കമ്പ്യൂട്ടറിന്റെ ജോലിയൊന്നും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ ജോലി ചെയ്യാനാ? എന്നെ നീ എന്തിനെങ്ങനെ പറ്റിച്ചിട്ട് പോയത്? നീ എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഓഫീസിലേക്ക് വരണം. നീ എന്റെ അടുത്ത് അധികം കളിച്ചാലുണ്ടല്ലോ, നിന്നെ ഒരിക്കലും സമാധാനത്തോടെ ഞാൻ ജീവിക്കാൻ വിടത്തില്ല, മനസ്സിലായോ? നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബോണസ് കാശ് തരില്ലായിരുന്നു നിനക്ക്. നീ ജയിലിൽ പോയതിനു ശേഷം ഞാൻ ആ ബംഗ്ലാവ് വിറ്റിട്ട് വിക്കിബയുടെ കടമെല്ലാം തീർത്തു. എല്ലാവർക്കും എന്നെ സംശയമായിരുന്നു. ആ കടത്തിൽ എനിക്കും ബന്ധമുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. സ്വീറ്റിയുടെ ഹസ്ബൻഡ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതുകൊണ്ട് ഞാനവളെ കല്യാണം കഴിച്ചു. ഞാനിപ്പോൾ അവളെയും അവളുടെ കുട്ടികളെയും സംരക്ഷിക്കുകയാണ്. അവളെൻ്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങള് വളരെ നല്ല ആളാ. ദൈവം നിങ്ങൾക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ. നേരത്തെ പോലെ അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. യാതൊരുവിധ കടവുമില്ല. പക്ഷേ നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ശരി, ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് നിന്റെ പ്ലാൻ? ജയിലിൽ പോയതിനു ശേഷം എല്ലാവരും എന്നെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. ബാങ്കോക്കിലേക്ക് പോകാമെന്നാ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പാസ്പോർട്ടിന് എനിക്ക് ഒരു അഡ്രസ്സ് വേണം. ഒരുപക്ഷേ 1 മാസം താമസിക്കുന്നതിനൊരു സ്ഥലം കിട്ടിയാ. അല്ല, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ഇപ്പോഴേ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഒരു സഹായം കൂടെ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ? ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നീ ടെൻഷൻ ആവണ്ട. ഐ വിൽ ഡു സംതിങ്. ഉറപ്പായും എന്തെങ്കിലും ഒരു വഴി കിട്ടും. താങ്ക് യു. ഞാൻ നിങ്ങളോട് റിയയെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? അവളുടെ അച്ഛനും അമ്മയും കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയതാ. അതുകൊണ്ട് അവൾക്ക് കുറച്ചാൾ താമസിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ സമ്മതിക്കുകയാണെങ്കിൽ. എന്റെ വീട് എന്താ സത്രാണെന്ന് തോന്നുന്നുണ്ടോ?
കമ്പ്യൂട്ടർ അക്കൗണ്ട്സിനെ കുറിച്ച് അവൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഉം. ഉം. സ്വീറ്റിക്ക് അങ്ങനെ വലിയ കമ്പ്യൂട്ടർ നോളജ് ഒന്നും ഇല്ല. അവൾക്കത് റോക്കറ്റ് സയൻസ് പോലെയാണ്. അത്ര വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല. ജസ്റ്റ് ചുമ്മാ ഡേറ്റ എൻട്രി ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. Yeah, I'll do it. വരൂ റിയ, കം. സ്വീറ്റി, ഇതാണ് റിയ. റിയ, ഇത് അതൊക്കെ പിന്നെ പറയാം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ നീ? നിനക്ക് ജോലിയൊക്കെ ആ, അറിയില്ലേ? അറിയാം. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കരുത്, കേട്ടല്ലോ? നീ തന്നെ എല്ലാം നോക്കിക്കൊള്ളണം. ശരി. മേലെ പോയി റൂം കാണിക്ക്. ശരി, അങ്ങോട്ട് പോവാം. നീ അവളെ നിന്റെ ഗോളായിട്ടാണ് കരുതിയിരിക്കുന്നത്, ടാർഗറ്റ് ആയിട്ടല്ല വെച്ചേക്കുന്നത്. ഗോൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അവള് വേണോന്ന് വിചാരിക്കുന്നതാണ്. ആകാശ്, റിയ, രണ്ടുപേരും എന്താ ചെയ്യുന്നേ? ലേറ്റ് ആകുന്നു. ഒന്ന് വേഗം വാ. റിയ, ഒന്ന് വേഗം വാ. ഒന്ന് സിപ്പ് ഇട്ട് തരാമോ? ഞാനും. അതെ. താങ്ക് യു. അതെ അതെ, നിനക്കെല്ലാം ഫ്രീ ആയിട്ട് തന്നെയല്ലേ വേണ്ടേ? നീ ജീവിതം എപ്പോഴും ഇതന്നെയല്ലേ ഇങ്ങനെ പറയുന്നത്? simple ആയിട്ടിരിക്കുന്നു. നീ ഒരു അതോ കാര്യം ഏതെങ്കിലും ചെയ്യ്, പെണ്ണിനെ എന്നെ ഫ്രീ വളർത്താനുള്ള ആയിട്ട് plan വാങ്ങിച്ചോ. ഉണ്ടോ? കമ്പ്യൂട്ടറിൽ ക്ലയൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകണം, കേട്ടല്ലോ? ഞാൻ എപ്പോ വേണമെങ്കിലും ചോദിക്കും. എനിക്ക് ക്ലയൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നേക്ക്. ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എല്ലാം വേണം. ഓക്കെ, ഓപ്പൺ ചെയ്. ഡീറ്റെയിൽസ് കാണിക്ക്. ക്ലയന്റിന്റെ ഇൻഷുറൻസ്, RC ബുക്ക്, ദേ ഒരു മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ക്ലയന്റിന്റെ ID പ്രൂഫ്, എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, A to Z എല്ലാം ഇതിലുണ്ടാവണം. ഓക്കെ? ഓക്കെ. വണ്ടി കറക്റ്റായിട്ട് വാഷ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് പോയി ചെക്ക് ചെയ്യ്. ഓക്കെ. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട്? ഫൈൻ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആക്ച്വലി എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ്? സി, ഇങ്ങോട്ട് നോക്ക്. ഇത് ഫുള്ള് ക്ലയന്റിന്റെ ലിസ്റ്റാണ്. ഇതില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ. ദാ ഇത് കണ്ടില്ലേ? ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നീ നോട്ട് ചെയ്യണം. മാം, ആക്ച്വലി അവിടെ ഷവർ വർക്ക് ആവുന്നില്ല. ഞാൻ നിങ്ങളുടെ വാഷ്റൂം യൂസ് ചെയ്യാമോ? ശരി, നീ അത് യൂസ് ചെയ്തോ. പക്ഷെ പെട്ടെന്ന് റെഡി ആവണം. ഹാ. ഹാ. ഉം.
സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചോ? ആ വെച്ചിട്ടുണ്ട്. അതെ, വണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ആ ശരി. കുറെ ദിവസത്തിന് ശേഷം ആ ഹോസ്റ്റലിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നത്. ശരി, ഞാൻ വരാൻ 2 ദിവസം ആകും. പിന്നെ AC ഒന്നും ചുമ്മാ ഇടരുത് കേട്ടോ. ആ പിന്നൊരു കാര്യം, ക്ലയന്റ് വരും. നീ ക്ലയന്റിനെ ഹോട്ടലിൽ പോയി കാണണം, മറക്കരുത്. പിന്നെ ഞാൻ എന്തോ മിസ് ചെയ്തല്ലോ. അത് ക്ലയന്റ് കുറച്ച് ഒലിപ്പീര് ടൈപ്പാണ്. അതുകൊണ്ട് നീ എന്തായാലും ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകണം. ഇവിടെ താമസിക്കുന്നതല്ല, നമുക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ മറക്കരുത്. ശരി, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. സോ ഞങ്ങളുടെ ഓഫർ എങ്ങനെ തോന്നുന്നു? ഓഫർ നന്നായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരി, ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് ആ യു. വരട്ടെ. താങ്ക് യു. എനിക്ക് ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല.
ഞാനൊരു കാര്യം പറയട്ടെ. ഉം? നിന്നെ കാണുമ്പോൾ ഒരുപാട് നാൾ നീ ജയിലിൽ കിടന്ന ഒരാളാണെന്ന് പറയേയില്ല. ഐ മീൻ യു ആർ സോ ബ്യൂട്ടിഫുൾ. എന്താണെന്നറിയില്ല, ചില സമയത്ത് എൻ്റെ പഴയ നാളുകൾ വല്ലാതെ മിസ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് പേടിയുണ്ട്, വീണ്ടും ആ മോശം ദിവസങ്ങൾ വരാൻ പാടില്ലെന്ന്. എൻ്റെ കാര്യം കുഴപ്പമില്ല, ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ഉം. ശരിക്കും നിനക്കൊരു നല്ല കാര്യം നടന്നിട്ടില്ല. വൺ സെക്കൻഡ്. യാ. ഹലോ. ആ പറയൂ നീ സ്വീറ്റി. ക്ലയന്റിന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചോ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞു നീ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിച്ചു. ഞാൻ ഒരു ആറ്റിറ്റ്യൂഡും കാണിച്ചിട്ടില്ല. നീ മര്യാദ ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. നീ തീർച്ചയായിട്ടും എന്തോ വലിയ തെറ്റ് ഇല്ല, ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നീ എന്റെ ഡീല് നശിപ്പിച്ചു. ഇല്ല, ഞാൻ എന്തിനാണ് ഡീൽ എനിക്ക് നിന്നെ നശിപ്പിക്കുന്നത്? നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ അദ്ദേഹത്തിന് ഒരു ബീറാണ് ഓഫർ ചെയ്തത്, അല്ലാതെ ഞാൻ നീ വേറെ ബീർ കുടിച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ഇല്ല. കാണിച്ചാണോ? ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിനക്കല്ലേലും തലക്കന ഇച്ചിരി നീ കൂടുതലാ. എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ നീ വലിയ എന്റെ രാജാവിനെ ബോഡി പോലെ ലാംഗ്വേജ് കാലും തെറ്റാണെന്നാണ് മേലെ നീ കാലും പറയുന്നത്? ഏറ്റി അവിടെ ഇരുന്ന് കാണും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കാറുള്ളത്. ഞാൻ അതിന് എന്താ ചെയ്തത്? എന്റെ ഡീല് നശിപ്പിച്ചിട്ട് ഇപ്പൊ എന്നോട് ഇല്ല, ഉറക്കെ ഞാൻ സംസാരിക്കുന്നു. അങ്ങനെയൊന്നും എന്ത് ഞാൻ ധൈര്യം അവരോട് ഉണ്ടായിട്ടാണോ? ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. നീ കുറച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ അഹങ്കാരം കൂടിയില്ലേ നിനക്ക്? ഇനി ഇതുപോലുള്ള ജോലിയൊന്നും ഇല്ല, ഞാൻ ഞാൻ നിനക്ക് തരില്ല. പറഞ്ഞൊന്ന് കേൾക്ക്. ഇല്ല, ഞാൻ ഒരു മിനിറ്റ് റിയയുടെ ഫോൺ കൊടുക്കാം. അവൾ എനിക്ക് പറഞ്ഞു കേൾക്ക്. ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നിന്നെ ഫോൺ ചെയ്താ നീ മാത്രം സംസാരിക്കേ. ഈ പൂതിന് കാരണം എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്തിനാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവളും കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പഴയ ജീവിതം തന്നെയായിരുന്നു. എനിക്കിപ്പോൾ യാതൊരു കടവില്ലെന്നും നല്ല സമാധാനത്തോടും കഴിയാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ലായിരുന്നു. എപ്പോൾ നോക്കിയാലും എൻ്റെ കുറ്റം പറയാൻ നേരമുള്ളൂ. ഒരു ദിവസം പോലും ചിരിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അവളുടെ ശകാരം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ചില സമയത്ത് എൻ്റെ ജീവിതം ഇതിലൂടെ അവസാനിപ്പിച്ചാൽ മതിയെന്ന് തോന്നും. Let's go. Are you okay? Are you okay? ലിസൺ, നിങ്ങൾ ഇന്ന് ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹോട്ടലിൽ തന്നെ തങ്ങാം. യാ, കം.
ഡാൻസ് കളിച്ചാലോ? കം ഓൺ, ലെറ്റ്സ് ഡാൻസ്. നോ, ഇല്ല, എനിക്ക് പറ്റില്ല. വെയിറ്റ് 1 മിനിറ്റ്. എനിക്ക് ഡാൻസിങ് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയില്ലേ? കം ഓൺ, ലെറ്റ്സ് ഡാൻസ്. വരുന്നേ, കം. എടാ വൃത്തിയായിട്ടവനെ, ഇന്ന് നിന്റെ കഥ കഴിയൂടാ. സിരി, സിരി, ഞാൻ പറഞ്ഞേക്ക്, സിരി. ഞാൻ നിന്നോട് ജോലിയൊക്കെ പറഞ്ഞിട്ട് നീ ഇവളുടെ എന്ത് ചെയ്തോണ്ടിരിക്കാ? സിരി, പറഞ്ഞേക്ക്, വിടും. എന്നെ ചതിക്കാമെന്ന് കരുതിയോ നീ? സിരി, പറഞ്ഞേക്ക്. എന്താ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സിരി, വേണ്ട. ഞാനത് വെറും വിഡ്ഢിയാണെന്ന് കരുതിയോ നീ? സിരി, പറഞ്ഞേക്ക്, സിരി. നിന്നെ ഞാൻ ഒന്ന് കൊന്നു കളയൂടാ. സിരി, അവിടെ ഇവനെ അടിക്കില്ലേ? ഞാൻ ശരിയാക്കും. സിരി, പറഞ്ഞേക്ക്. ഏ? സിരി, എത്ര എന്താ ധൈര്യം കാണിക്കുന്നത്? കണ്ടോടാ? ഇത് എന്റെ പണം ഭ്രാന്തായോ? കൊണ്ട് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ നീ? സിരി, നിന്റെ അവസാനം ഇന്ന്. സിരി, എന്നെ ചതിച്ചിട്ട് നീ ഇതൊക്കെ സുഖമായിട്ട് കാണിക്കുക. നീ ഞാൻ സുഖമായിട്ട് പറഞ്ഞത് ജീവിക്കണ്ടടാ. നിക്ക്. വിടാനെന്നെ. ഞാൻ ചെയ്യല്ലേ? സിരി, അവളെ ഞാൻ പറഞ്ഞത് ശരിയാക്കും. കേൾക്ക്. നമുക്ക് കൈ എന്തായാലും വിട്. വീട്ടിൽ പോയി സംസാരിക്കാം. എത്ര ധൈര്യമായിട്ടാണോ? സിരി, സിരി, ഞാൻ എല്ലാം ആരെന്ന് കരുതി നീ എന്നെ പറ്റിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത് ദുഷ്ടാ, കാലമോടാ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? തല്ലി കൊല്ലുന്നു ഞാൻ. ഇവളെ ഞാൻ അവളെ അടിക്കില്ലേ? കൊല്ലും. അവളെ അടിക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിന്നെ കേക്ക്. പെണ്ണുങ്ങളെ ഇത് നോക്കാനും സമാധാനപ്പെട്. പാടില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. സിരി, ഞാൻ പറഞ്ഞത് കേക്ക്. എന്റെ കയ്യിൽ നിന്ന് ഇവരെ ഒരു മിനിറ്റ്. തട്ടിയെടുക്കാന്ന് വിചാരിച്ചോ നീ? എടാ കാവ്രാന്താ, നിന്നെ ഞാൻ കൊല്ലാന്ന് വിടില്ലടാ. ദുഷ്ടാ. റിയ, റിയ, നീ ഇരിക്കോ. റിയ, പോ, പോ, റിയ. രണ്ടിനെ ഞാൻ ഇന്ന് റിയ, കൊല്ലും. ഇരിക്കോ. എന്നെ ചതിച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ടടാ. ഓ, സിരി, സിരി, എന്റെ ദേഹത്ത് സിരി, തൊട്ട് കൊടുത്ത് നീ. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം നീ എന്റെ ബിസിനസ് നശിപ്പിക്കാണ്ട. എന്റെ ജോലിക്കാരെ മുമ്പ് വെച്ച് നീ എന്നെ നാണം കെടുത്തില്ലടാ. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടില്ലടാ. നിനക്ക് അവളെ കൂട്ടിയിട്ട് പുറത്തേക്ക് കൂടായിരുന്നോ? അവിടെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല. എന്റെ ബിസിനസ് നശിപ്പിച്ചത് നീ. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടില്ലടാ. നീ എന്തിനാ അവിടെ പോയി അങ്ങനെയൊക്കെ ചെയ്തത്? പോയിക്കോ, നീ വേഗം പോയിക്കോ. എന്റെ കൺമുമ്പിൽ വരരുത് നീ. എനിക്ക് നിന്നെ കാണണ്ട. എന്നെ ചതിച്ച നിന്നെ എനിക്ക് കാണണ്ട. നിനക്ക് എന്നെ ചതിക്കാൻ തോന്നിയില്ലടാ ദുഷ്ട. എന്നെ ചതിച്ച നിന്റെ മുഖം എനിക്ക് കാണണ്ട. എവിടെയെങ്കിലും പോയിക്കോ. നിന്നൊക്കെ യൂസ് ചെയ്ത് അപ്പോഴേ വലിച്ചെറിഞ്ഞിരിക്കണം. നിന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ തെറ്റാണ്. ദേ നോക്ക്, ഇനി ഒരിക്കലും നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താല് എന്റെ നാട്ടിലുള്ള എന്റെ ആൾക്കാര് എന്നെ ഫോൺ ചെയ്തിട്ട് നിന്നെ പറ്റി നിന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നീറി നീറി കഴിയേണ്ട അവസ്ഥ നിനക്ക് ഞാൻ ഉണ്ടാക്കും. ഇനി ഞാൻ അവളുടെ കൂടെ നിന്നെ കാണരുത്. കണ്ടാല് രണ്ടിനെ ഞാൻ കൊന്നളയും. 2 കഷ്ണാക്കി വെട്ടിക്കളയും ഞാൻ. ഇത്തവണ നിനക്ക് കുറച്ചടിയേ കിട്ടിയുള്ളൂ. അടുത്ത തവണ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ നീ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. നമുക്ക് രണ്ടുപേർക്ക് ഈ നാട് വിട്ടെവിടെയും പോവാം. നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? റിയ, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ആ പൂതിനോട് ജീവിക്കാൻ പോവുകയാണെങ്കിലോ ഉറപ്പായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ പൈസ ഇല്ലാതെ മരിച്ചു പോവും. പണം ഇല്ലാത്ത കാരണത്താല ഞാൻ ഈ ക്രൈം ഒക്കെ ചെയ്യേണ്ടി വന്നത് നിങ്ങൾക്ക് അറിയോ? അതിന് ഞാൻ 5 വർഷം ജയിലിൽ കളഞ്ഞത്. നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് നീ ഒരേ ഒരു ചാൻസാ.
ഞാൻ എല്ലാം ശരിയാക്കാം. തെറ്റായിട്ട് വിചാരിക്കരുത്. നിങ്ങളെ നിങ്ങളുടെ വൈഫിനെ ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നേ. എന്നെ എങ്ങനെ നോക്കോന്നാ? റിയ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ കൊല്ലൂ നിങ്ങൾ. നിനക്കിത് ഭ്രാന്താണോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിന് തലയ്ക്ക് വെളിവ് നഷ്ടപ്പെട്ടു പോയോ? എന്നെയല്ല, നിങ്ങളുടെ തലയ്ക്കാ ഭ്രാന്ത് പിടിച്ചത്. അവരെ കൊന്നിട്ട് അവരുടെ പ്രോപ്പർട്ടി എല്ലാം നിങ്ങളുടെ പേരിൽ എഴുതിക്കൂടെ? ആ പ്രോപ്പർട്ടി വിറ്റിട്ട് വേറൊരു കൺട്രിയിൽ നമുക്ക് ഷിഫ്റ്റ് ആകാലോ. നീ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിക്ക്, അവരുടെ കഥ എങ്ങനെ കഴിക്കണമെന്ന് ഞാനല്ല നോക്കിക്കോളാം. എന്നെ കൊണ്ട് കഴിയില്ല, ഞാനത് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് തന്നെ തിരിച്ചു വെക്കോ. അവിടെ അടുത്ത് പോയി പട്ടിയെ പോലെ ജീവിച്ചോ. ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ശീലമായല്ലോ. ഇല്ല ഇല്ല, ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് വേറൊരു കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ആക്കാൻ ഞാൻ പറയുന്നത് കേക്ക്. അവിടെ കഥ കഴിച്ചു കളയാം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവർ രണ്ടുപേരും നിന്റെ കുഞ്ഞുങ്ങളല്ല, പക്ഷെ ഞാൻ നിന്റെ സ്വന്തമല്ലേ ഡാർലിംഗ്. നീ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് അവരിന്ന് ഭയങ്കര ഹാപ്പിയാണ്. നീ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു, അവരെ നീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. കല്യാണത്തിന് ശേഷം ഞാൻ നിന്നോട് ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ നീ മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയത്. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിന്റെ വണ്ടി വളരെ നന്നായിട്ട് പോകും. നമ്മൾ എവിടേക്കാ പോകുന്നേ? ഇതൊരു ഷോർട്ട് കട്ടാണ്. ഓ അതെയോ? ഈ റോഡ് മോശമാണല്ലോ. ഈ വഴി കൂടി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഓ ശരി. ഈ റോഡ് ഭയങ്കര മോശമാണ്. വണ്ടി ഒന്ന് പതിയെ ഓടിക്ക് ഡാർലിംഗ്. ഇത് നമ്മുടെ വണ്ടിയല്ലേ, റിപ്പയർ ആയ നമ്മുടെ കാശ് തന്നെ പോവില്ലേ? എവിടെയാ കൊണ്ടുവന്ന നീ? നിനക്കെന്താ പിള്ളേരെ മുന്നിൽ ഭ്രാന്താണോ? നമുക്ക് സംസാരിക്കണം. നീ പുറത്തോട്ടിറങ്ങ്, ഇറങ്ങ്. എന്താ ചെയ്യുന്നത്? ഇറങ്ങല്ലേ പറഞ്ഞത്? എന്നെ വിട്. നീ ഇങ്ങോട്ട് ഇറങ്ങ്, ഏയ്, എന്താ ഇറങ്ങ്. ചെയ്തുകൊണ്ടിരിക്കുന്നെ? പുറത്തോട്ട് ഇറങ്ങാൻ ഏയ്, പറഞ്ഞത്, ഇറങ്ങ്. തന്നോടല്ലേ? എന്ത് പറ്റി നിനക്ക്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കെന്താ വല്ല ഭ്രാന്ത് ഓടി, പിടിച്ചോ? നീ ഇങ്ങോട്ട് പോ. എന്തീ കാണിക്കുന്നെ? എന്നെ വിട്. ഓടി. ഏയ്, ഓടി. ഞാൻ പറയുന്നത് കേൾക്ക്. ഓടി. ഏയ്, ഓടി. കൈ വിട്. ഓ. വിടടാ. ആ, എന്തീ ചെയ്യുന്നേ? എന്നെ വിടാൻ. ആ, എന്താ നീ അന്വേഷിക്കുന്നത്? ഭ്രാന്തായോ? എന്താ നീ തരുന്നത്? ആ, ഹേയ്, ആ, ഏയ്, വിട്. എവിടെ ഇത്? ഏയ്, വിടാൻ. ആ, ചാടി, ഏയ്, എന്നോട് ചാടി. ചെയ്യില്ലേ? നിന്നെ കൊല്ലും. നീ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി, എന്തുമാത്രം നാണം കെടുത്തി, എന്തുമാത്രം കൂലിയാണ് കാണിച്ചത്. നീ ജീവിച്ചിരിക്കണ്ട. നീ ചാകണം. അയ്യോ. ഏയ്. ആ, ആ.
എന്നൊന്നും ചെയ്യില്ലേ? എല്ലാവരും വിടോടി. എല്ലാവരും വിടാം. ആഹാ, വേണേക്ക് വിടോടി. എന്നെ വെറുതെ വിട്. ഏയ്, എന്നൊന്നും ചെയ്യില്ലേ? നിനക്കെന്താ ഭ്രാന്തായോടാ? അയ്യോ, എന്റെ ഇവിടെ നിന്നെ പിള്ളേരെ അവരെ കൊല്ലും ഞാൻ. ഇറങ്ങി വാ ഇവിടെ. ഇറങ്ങി വാ ഇവിടെ. ചെയ്യില്ലേ? ഇവിടെ വാ. പ്ലീസ്, അവരെ വിട്ടേക്ക്. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യില്ലേ? എടാ വിടാൻ. എല്ലാവരും കൊല്ലും ഞാൻ. അയ്യോ, എന്നെ അടിക്കല്ലേ. രക്ഷിക്കണേ. ഇവൻ വളരെ മോശപ്പെട്ട ആളാ. ഇവനെ പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കും. താങ്ക് യു റിയ. ജിമ്മി, നോക്ക്, നീ സ്വീറ്റിക്ക് ഫോൺ ചെയ്യേ. ഞാനും ആകാശും 609 നൈറ്റ് ഫുൾ ഉണ്ടായിരുന്നെന്ന് പറയേ. അവൻ തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ തയ്യാറായതിനു ശേഷം ആ ആയുധത്തെ നീ അവിടെ നിന്ന് എടുക്കണം. അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അറ്റംപ്റ്റ് ടു മർഡർ കേസിൽ കുറഞ്ഞത് 20 വർഷമെങ്കിലും ശിക്ഷ അവന് കിട്ടും. ഇങ്ങേരുടെ ജീവിതം ഇങ്ങനെ നാശായതിന്റെ ഏറ്റവും പ്രധാന കാരണം ആ വിക്കിയാണ്. വെച്ചേക്കലടാ, ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയില്ലേ. താൻ ഇതിന് അനുഭവിക്കടാ. തന്നെ ഞങ്ങൾ അകത്താക്കൂടാ. ഞാൻ 5 വർഷം ജയിലിനകത്താ ഉണ്ടായിരുന്നേടാ. ഇനിയിപ്പോ 20 വർഷം നീ അകത്തിരിക്കേ. അതും ഭാര്യയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ചതിന് വേണ്ടിട്ട്. കോർട്ടിൽ നിനക്കെതിരായിട്ട് നിന്റെ കുടുംബം തന്നെ ഒന്ന് സാക്ഷി പറയൂടാ.